നമ്മൾ യാദഗിരിയിൽ നിന്നും നേരെ പോയത് സ്വർണ്ണഗിരിയിലേക്ക് കേട്ടോ. യാദഗിരിയിൽ നിന്ന് തന്നെ നമുക്ക് പോകാൻ ഒരു 20 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം ദൂരം ഉണ്ട് കേട്ടോ സ്വർണ്ണഗിരിയിലേക്ക് പോകാൻ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞൊരു അമ്പലമാണ് ഈ സ്വർണ്ണഗിരി. അപ്പോൾ ഇവിടേക്ക് വരുന്നതിനൊക്കെ മുമ്പ്, സ്വർണ്ണഗിരിക്ക് വരുന്നതിനൊക്കെ മുന്നേ യാദഗിരി കാണണം എന്നാണ് പറയുക. കാരണം രണ്ടും അടുത്തടുത്തുള്ള അമ്പലങ്ങളാണ്, രണ്ടും മഹാവിഷ്ണുവിൻ്റെ തന്നെ അമ്പലമാണ്. പക്ഷെ എന്നാലും ഇത് എന്ന് പറയുന്നത് സ്വർണ്ണഗിരിയിലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തശയനത്തിൽ കിടക്കുന്ന വിഷ്ണുദേവനെ നമുക്ക് വെള്ളത്തിൽ അവർ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ പുതിയതായിട്ടുള്ള പ്രത്യേകത. ഇതിൻ്റെ ഉള്ളിലും കാണാനൊക്കെ അടിപൊളിയായിട്ടോ, നല്ല രസമായിട്ടോ. ഇവിടെ അച്ഛനും അമ്മയ്ക്കും വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അച്ഛനെന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ അമ്പലങ്ങൾ കാണിപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്പലങ്ങൾ കാണാമെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. ഇവിടെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ അമ്പലങ്ങളിലേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ. ബാക്കിയുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇഷ്ടമാണ്, അങ്ങനെയല്ല ഇഷ്ടമില്ല എന്നല്ല, എന്നാൽ പോലും നമുക്ക് സ്ഥലങ്ങളേക്കാൾ കൂടുതലും ഇവിടുത്തെ അമ്പലങ്ങൾ, ഇവിടുത്തെ ആൾക്കാരെങ്ങനെ പോകുന്നു, ഇവിടുത്തെ ആൾക്കാരെങ്ങനെയാണ് ഇവിടെയൊക്കെ പോകുന്നത്, അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമില്ല. പിന്നെ അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് അമ്പലത്തേക്ക് പോയാൽ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ. എന്തെങ്കിലും വിഷമിച്ചിരിക്കാൻ ചെയ്യും, അമ്പലത്തിലേക്ക് പോയി നമുക്കത് ഫ്രഷ് ആവാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടേക്ക് പോയി. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ അമ്പലത്തിൽ പോലെ തന്നെ ഫോണൊന്നും കയറ്റാനൊന്നും പാടില്ല കേട്ടോ. ഫോണൊക്കെ ഇവിടെ നമ്മൾ കൊടുത്തു, എന്നിട്ടാണ് നമ്മൾ അമ്പലത്തേക്ക് പോയത് കേട്ടോ. അമ്പലത്തേക്ക് പോയി എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ഫോൺ എടുത്തിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ, മഹാവിഷ്ണുവിനെ കാണാനൊക്കെ വെള്ളത്തിലാണ് കിടക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ അമ്പലത്തിലൊക്കെ പോയില്ലേ, ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നല്ല ക്യൂ അല്ലേ, ക്യൂ ഒക്കെ നിന്നിട്ട് വേണം കേട്ടോ അകത്തേക്ക് പോകാൻ. ക്യൂ ഒക്കെ നിന്ന് അകത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു എന്താ പറയുക 5 മിനിറ്റ് പോലും തികച്ച് നിൽക്കാൻ പറ്റില്ല. നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ക്യൂ നിന്നിട്ടൊക്കെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നമുക്ക് ഇവിടെ നിന്ന് കണ്ട് തൊഴാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ ചുറ്റും വലം വെച്ച് വരുമ്പോൾ നമുക്കിങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അനന്തശയനത്തിൽ കിടക്കുന്ന ഇത് കാണാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഉള്ളത്. നമുക്കിങ്ങനെ ചുറ്റും വലം വെച്ചിട്ടൊക്കെ വരുമ്പോൾ അത്രയാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാനുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പിന്നെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു രാത്രി ഒരു 9-9:30 ആയിട്ടോ. പിന്നെ ചേട്ടന് ലീവുള്ള ദിവസം ആയ കാരണം പിറ്റേ ദിവസം ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ അമ്പലത്തിലൊക്കെ പോയി. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ വൈകിയാലും പ്രശ്നമില്ല, നമുക്ക് പിറ്റേ ദിവസം നേരത്തെ എണീറ്റ് ഡ്യൂട്ടിക്കൊന്നും പോകണ്ടല്ലോ ചേട്ടന്. അപ്പോൾ അങ്ങനെ ലീവുള്ള ദിവസം നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോയത്. അച്ഛനമ്മ ഞാൻ പറഞ്ഞല്ലോ 2 ആഴ്ചത്തേക്കാണ് വന്നത്. അപ്പോൾ ആ 2 ആഴ്ചയിലുള്ളിൽ തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണിക്കും വേണം. പിന്നെ അധികം ലീവൊന്നും എടുത്തില്ല കേട്ടോ ചേട്ടനൊന്നും. കാര്യം പിള്ളേർക്കും ക്ലാസ് ഉണ്ടല്ലോ, ചേട്ടൻ ലീവ് എടുക്കുകയാണെങ്കിൽ പിള്ളേരെ ലീവ് എടുപ്പിക്കണം. അപ്പോൾ നമ്മൾ ലീവൊന്നും എടുത്തില്ല, ഉള്ള ലീവിന് മാത്രം, അതായത് സാറ്റർഡേ സൺഡേസ് വരുമ്പോൾ നമുക്ക് അങ്ങനെ പോയിട്ട് കവർ ചെയ്യാണ് ചെയ്തത് കേട്ടോ ഓരോ സ്ഥലങ്ങളൊക്കെ. ഇവർക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ട് അമ്പലത്തേക്കൊക്കെ വന്നത്. കാരണം ഞങ്ങൾക്കും അതേട്ടോ, ഞങ്ങളും ആദ്യമായിട്ടാണ് ഞാനാണ് ഇവിടുത്തെ ഈ അമ്പലത്തേക്ക് വന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞ മാസമാണ് ഇവിടെ ഒന്ന് റിനോവേഷനൊക്കെ കഴിഞ്ഞ് ഈ അമ്പലം ഒന്ന് തുറന്നത്.